ഓം സദ്ഗുരുവേ ശരണം. ശാന്തിഗിരിയിലെ സന്യാസം വേറിട്ടൊരനുഭവമാണ് നമുക്ക് നൽകുന്നത്. സന്യാസിക്ക് ജാതിമത ഭേദമോ വർണ്ണവർഗ ഭേദമോ ആൺ പെൺ ഭേദമോ വലുത് ചെറുത് ഭേദമോ നല്ലത് ചീത്ത ഭേദമോ ഉണ്ടാകില്ല. സർവതന്ത്ര സ്വതന്ത്രതയാണ് സന്യാസിയുടെ മുഖമുദ്ര. സകലതിലും ഒട്ടുന്നു, എന്നാൽ ഒന്നിലും ഒട്ടിപ്പിടിക്കുന്നില്ല. എല്ലാറ്റിൽ നിന്നും അപ്പുറത്തോട്ടപ്പുറത്തോട്ട് പോകുന്നു. ഇതാണ് സന്യാസത്തിന്റെ പ്രകൃതം. അങ്ങനെയുള്ള സന്യാസിക്ക് മാനവും അപമാനവും ഒരുപോലെയാണ്. അവർക്ക് വെച്ചുകെട്ടുകളോ പാണ്ഡിത്യമോ വേദാന്തമോ ഒന്നും ആവശ്യമില്ല. അവർ തന്നെ വേദമാകുന്നു. അവരവരുടെ ജീവിതമാകുന്നു മുറ. അവരാണ് ലോകത്തിന്റെ വെളിച്ചമായി മാറുന്നത്. അവരുടെ മാർഗദർശനം സ്വീകരിക്കുന്ന ഗൃഹസ്ഥാശ്രമി ധന്യനാണ്. 40ാം സന്യാസദീക്ഷ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സത്സംഗത്തിന്റെ 7ാം ദിവസമായെന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ആദരണീയ സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ശരണം. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിൻ്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റേതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവേശ്വരൻ. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരിണി കൃപയെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകെയും നിറയുന്നൊരാ കരുണയ പൊരുളിന്നു ഞങ്ങളിലേകണേ കരുണാമയ. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരി സ്തുതി കെ ക്ഷണിക്കുന്നു. സദ്ഗുരേ ശരണം. ഗുരുവാണി. എൻ്റെ പൂർവികരുടെയും എന്നല്ല ലോക ജനതയുടെ ആകമാനം പോരായ്മകളും മാറിയിട്ട് അതിൻ്റെ ഇരട്ടി തൂക്കത്തിൽ നന്മ പകരാൻ ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഈ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും ഇടവരുമാറാകട്ടെ എന്ന് നിങ്ങൾ സദാ ചിന്തിക്കണം. നിങ്ങൾ വളർത്തുകയും വളരുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളും സന്യാസം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്ന പിള്ളേരും ഒരുപോലെ ഈ ശ്രേഷ്ഠ കർമ്മത്തിൽ പങ്കാളികളാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന കർമ്മത്തിലൂടെ ഒരു നിവർത്തി മാർഗം വരണമെങ്കിൽ എന്തുപോലെ ചെയ്യണം എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. സന്യാസിമാരിൽ കൂടിയും അവരുടെ പരമ്പരയിൽ കൂടിയും എന്നല്ല, ഈ ലോകത്തെ ഏതെല്ലാം ഭാഗങ്ങളിൽ കൂടി കുറവുകൾ വന്നിട്ടുണ്ട് അതെല്ലാം നശിച്ചിട്ട് ആ സ്ഥാനത്ത് ബ്രഹ്മനിശ്ചയപ്രകാരമുള്ള നന്മ ഗുരുപരമ്പരയിൽ കൂടി വരണം എന്ന് എന്ത് വേല ചെയ്യുമ്പോഴും എപ്പോഴും ചിന്തിക്കണം. സദ്ഗുരുവേശനം.
ഇന്നീ സത്സംഗത്തിൽ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് സ്വാമി വിവിക്താനന്ദ സരസ്വതിയാണ്. ഭാരതത്തിലെ പ്രസിദ്ധനായ ആത്മീയ പുരുഷനായിരുന്നു സ്വാമി ചിന്മയാനന്ദ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ചിന്മയ മിഷൻ ഇന്ത്യയിലൊട്ടാകെ 300ഓളം വ്യാപിച്ചു കിടക്കുകയാണ്. ചിന്മയ മിഷന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ആദരണീയനായ സ്വാമി വിവിക്താനന്ദ സരസ്വതി. മിഷന്റെ ആദ്യത്തെ വേദാന്ത സ്കൂളായ മുംബൈ സന്ദീപനി സാധനാലയത്തിൽ നിന്ന് 1975 വേദാന്ത പഠനം പൂർത്തിയാക്കി. 2 വർഷം ബ്രഹ്മചാരിയായി കാസർഗോഡ് സേവനം ചെയ്തു. പോർട്ട് ബ്ലെയർ, ഒറീസ, വിശാഖപട്ടണം, പാലക്കാട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ചിന്മയ ചുമതല വഹിച്ചിരുന്നു. 1994 സന്യാസം ലഭിച്ചു. കഴിഞ്ഞ വർഷം സപ്തതി ആഘോഷിച്ച അദ്ദേഹം മികച്ച ഒരു ആത്മീയ പ്രഭാഷകൻ കൂടിയാണ്. സ്വാമി വിവിക്താനന്ദ സരസ്വതിയെ സത്സംഗത്തിൽ പ്രഭാഷണം നടത്താനായി ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ സംസ്കൃതിയിൽ വർണ്ണാശ്രമ ധർമ്മങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നല്ലോ. വിചിന്തനം ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാകും. ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ അയാളുടെ ജീവിതത്തെ സാർത്ഥകവും സഫലവുമാക്കുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങളാണ്. വർണ്ണവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ കൊണ്ട് സമൂഹത്തെ കലുഷമാക്കുന്ന ജാതി വ്യവസ്ഥ അല്ലെന്നും ഓർക്കണം. ആശ്രമ വ്യവസ്ഥയാകട്ടെ അന്നും ഇന്നും വ്യക്തിഗതമാണ്. സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിജി ഭാരതീയ സംസ്കൃതിയിലെ അത്യന്തം പവിത്ര ഘടകമായ ഗുരുശിഷ്യ പരമ്പര എന്ന ശൃംഖലയിലെ ഉജ്ജ്വലമായ ഒരു കണ്ണിയാണ്. തൻ്റെ ദീക്ഷാഗുരുവായ ശ്രീമദ് ശിവാനന്ദ സ്വാമികളിൽ നിന്നും സന്യാസം വാങ്ങി ജ്ഞാനഗുരുവും അന്ന് ഹിമവത് വിഭൂതി എന്നറിയപ്പെട്ടിരുന്ന തപോവന സ്വാമികളിൽ നിന്ന് ഗീതോപനിഷത്തുക്കൾ പഠിച്ച് വേദാന്തജ്ഞാനം നേടി കഠിനമായ ആത്മീയ സാധനകൾ അനുഷ്ഠിച്ച് ജ്ഞാനസിദ്ധി ആർജിച്ച് സമൂഹത്തിലേക്കിറങ്ങി ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു പുതിയ മാനം നൽകിയ മഹാത്മാവായിരുന്നു. ഏവർക്കും സുവിദിതമായൊരു സത്യമാണ്, സ്വാമിജി അഭിനവ പാർത്ഥസാരഥി ആണെന്നറിയപ്പെടുന്ന ഭഗവത്ഗീതയുടെ ശക്തനായ ഒരു വക്താവായിരുന്നുവെന്ന്. സന്യാസത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഭഗവത്ഗീതയിലുള്ള സന്യാസ വർണ്ണനയിൽ നിന്നും തെല്ലും വ്യത്യാസപ്പെട്ടിരുന്നില്ല. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ജ്ഞേയസ നിത്യസന്യാസി യോനദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതി. ബാഹ്യമായ വേഷഭൂഷാദികളല്ല, മറിച്ച് സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവനാരോ അവനത്രേ യഥാർത്ഥ സന്യാസി എന്ന് ഭഗവാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. ബാഹ്യ ചിഹ്നങ്ങളെക്കാൾ പ്രാധാന്യം ഇവിടെ ആന്തരികമായ അവസ്ഥയ്ക്കാണ്. സന്യാസദീക്ഷ നൽകുന്നതിന് മുമ്പും പിമ്പും സ്വാമിജി നൽകിയിരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സംക്ഷിപ്തമായി ഇവിടെ പങ്കുവെക്കാൻ ശ്രമിക്കാം. സന്യാസിമാർ എന്ന് ഇന്നറിയപ്പെടുന്നവർ പല വിധക്കാരുണ്ട്. വേഷഭൂഷാദികൾ കൊണ്ട് മാത്രം സന്യാസികളായി കാണപ്പെടുന്നവർ. ആദിശങ്കരാചാര്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരാമർശിച്ചതുപോലെയുള്ള ഉദരനിമിത്തം ബഹുകൃത വേഷങ്ങൾ ധരിച്ചവർ, പിന്നെ സാധാരണക്കാരായ വിശ്വാസികളുടെ ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം വേഷം ധരിച്ചവർ, അതുപോലെ മറ്റു ചില നിഗൂഢ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് തൻ്റെ വാചാലതയും സാമർഥ്യവും ഉപയോഗിച്ച് പൊതുജനങ്ങളെ വഞ്ചിക്കുന്നവർ. ഇങ്ങനെ പോകുന്നു ഇവരുടെ വൈവിധ്യങ്ങൾ. എന്നാൽ യഥാർത്ഥ സന്യാസിമാരെ സ്വാമിജി പൊതുവെ രണ്ടായി തരംതിരിച്ചു: വിവിധിഷാ സന്യാസിമാരും വിദ്വത് സന്യാസിമാരും. വിവിധിഷാ സന്യാസിമാർ സാധകരാണ്. വിവിധിഷ എന്ന് വെച്ചാൽ വേത്തും ഇച്ഛ, അതായത് അറിയാനുള്ള ആഗ്രഹം. പരമാത്മ സത്യത്തെ അറിയാനുള്ള ഉത്കടമായ ഇച്ഛയാൽ ലൗകിക വിഷയങ്ങളിൽ സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവർ, അതായത് അവയിൽ താൽക്കാലിക സുഖം മാത്രമേ ഉള്ളൂവെന്നും
മാത്രമല്ല അവയിലുള്ള ആസക്തിയുടെ ഫലം ദുഃഖമായിരിക്കുന്നുവെന്നും സ്വന്തം അനുഭവം കൊണ്ടും വിചാരം കൊണ്ടും ബോധ്യപ്പെട്ടവർ. തങ്ങളുടെ സമയവും ഊർജവും മനസ്സും ബുദ്ധിയുമെല്ലാം ആത്യന്തിക സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടമായ പരമാത്മസത്യത്തെ അന്വേഷിച്ച് കണ്ടെത്താനായി ദീക്ഷയെടുത്തവർ. അവർ സ്വാധ്യായവും സാധനയുമായി ലൗകിക വ്യവഹാരങ്ങളിൽ നിന്നും കഴിയുന്നതും അകന്ന് ജീവിക്കുന്നവരായിരിക്കണം. ഇനി ഗുരു ഉപദേശം അനുസരിച്ച് ലൗകിക വ്യവഹാരങ്ങൾ ചെയ്യേണ്ടി വന്നാലും അത് കർമ്മയോഗ രൂപേണ ആയിരിക്കും നിർവഹിക്കുക. കാര്യക്ഷമതയും നിസ്വാർത്ഥ മനോഭാവവുമായിരിക്കും അത്തരം വ്യവഹാരങ്ങളുടെ മുഖമുദ്ര. ഇനി ഏവർക്കും അറിയാവുന്നതുപോലെ ചിന്മയാനന്ദ സ്വാമികൾ മുംബൈയിൽ പവായിയിൽ സാന്ദീപിനി സാധനാലയം തുടങ്ങിയത് നിഷ്കൃഷ്ടവും എന്നാൽ സവിശേഷവുമായ ഒരു ഉദാത്ത ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടായിരുന്നു. അതായത് അപജയം സംഭവിച്ച ഹിന്ദു സമൂഹത്തെ പുനരുദ്ധരിക്കാൻ ശേഷിയും ശേമുഷിയുമുള്ള ഒരു പറ്റം യുവതി യുവാക്കളെ വാർത്തെടുക്കാൻ, അവരെ കറയറ്റ ദൗത്യ നിർവാഹകരാക്കാൻ, ധർമ്മപ്രചാരകരാക്കാൻ, സമൂഹത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോയ നമ്മുടെ പ്രമാണഗ്രന്ഥങ്ങളായ ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും പഠിച്ച് ഉൾക്കൊണ്ട് ആത്മീയോത്കർഷം നേടി ഋഷിപുത്രന്മാരായി സമൂഹത്തെ സേവിക്കാൻ. ഇവിടെ പൂജ്യ സ്വാമിജി ഒരു കാര്യം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. ആജീവനാന്തം തുടർന്നുകൊണ്ടിരിക്കേണ്ട സാധനയും സ്വാധ്യായവും. ഇതിലൂടെ യഥാർത്ഥ കർമ്മയോഗികളായി സമൂഹത്തെ സേവിക്കാനുള്ള പ്രാപ്തി നേടുക. ഓരോ സന്യാസിയും ഈ വിധത്തിൽ ആത്മതൃപ്തിക്കായി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആത്മതൃപ്തിയോടെ നിഷ്കാമകർമ്മത്തിൽ വ്യാപൃതരാകുമ്പോൾ അവർ ക്രമേണ അന്ധഃകരണശുദ്ധി നേടി ആത്മസാക്ഷാത്കാരത്തിന് പാത്രമാകുന്നു. മനോമാലിന്യങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയെല്ലാം ക്രമേണ ക്ഷയിച്ച് മനസ്സ് ആത്മശക്തിയിൽ ഉറയ്ക്കുന്നു. ചഞ്ചല മനസ്സ് നിശ്ചല മനസ്സായിത്തീരുന്നു. അങ്ങനെ വിവിധിഷാ സന്യാസി സാധനയിലൂടെ, സ്വാധ്യായത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ പടിപടിയായി ആത്മീയ വികാസം പ്രാപിച്ച് വിദ്വത് സന്യാസിയായിത്തീരുന്നു. സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിച്ച് സമസ്ത ചരാചരങ്ങളിലും പരമാത്മ സത്യത്തെ ദർശിച്ച് അഹങ്കാരത്തിൻ്റെ പൂർണ്ണ നിരാശത്തോടുകൂടി ജീവിക്കുമ്പോൾ വിദ്വത് സന്യാസം പദവിയിൽ എത്തിച്ചേരുന്നു. വിദ്വത് സന്യാസി എന്ന് പറഞ്ഞാൽ പരമാത്മ സത്യത്തെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവർ, ജീവിത ലക്ഷ്യം നേടിയവർ. ആത്മനോ മോക്ഷായ ജഗദ്ഹിതായച എന്ന ദ്വിമുഖ ലക്ഷ്യത്തിലൂന്നിയായിരിക്കണം ഒരു വിവിധിഷാ സന്യാസിയുടെ ജീവിതം. വിവേകബുദ്ധിയോടെ ലൗകിക വിഷയങ്ങളിൽ വിരക്തി നേടുന്നവർ. അത്തരത്തിലുള്ള വിവിധിഷാ സന്യാസിമാർ അവരുടെ ആത്മീയ പരിണാമത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ സ്വാഭാവികമായി വിദ്വത് സന്യാസിയായി പരിണാമ ശ്രേണിയുടെ അത്യുന്നതങ്ങളിൽ എത്തി വിരാജിക്കുന്നു. ഭഗവത്ഗീതയുടെ ഭാഷയിൽ അവരാണ് വിദ്വത് സന്യാസിമാർ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞർ. സന്യാസധർമ്മത്തിൻ്റെ സാഫല്യം കണ്ടെത്തിയവർ, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പ്രാപിച്ചവർ. ഓരോ വിവിധിഷാ സന്യാസിയുടെയും അന്തിമ ലക്ഷ്യവും മറ്റൊന്നായിരിക്കരുത്. ഈ വിധത്തിലായിരുന്നു സന്യാസദീക്ഷ എടുക്കുന്നവർക്കുള്ള പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമികളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. ഓം തത്സത്. അടുത്ത പ്രഭാഷണത്തിനായി നമ്മോടൊപ്പം ഉള്ളത് സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതിയാണ്. സാമൂഹികവും ആത്മീയവുമായി ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആധ്യാത്മിക ചിന്തകനായ സ്വാമി ബോധാനന്ദ സ്ഥാപിച്ചതാണ് സമ്പോധ് ഫൗണ്ടേഷൻ. സ്വാമി ബോധാനന്ദയുടെ ദർശനത്തിലും അധ്യാപനത്തിലും പ്രചോദനത്തിനായി സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ അധ്യക്ഷനാണ്. സനാതന ധർമ്മത്തിന്റെ പുരാതന ജ്ഞാനം പ്രചരിപ്പിക്കുക എന്ന ഗഹനമായ ദൗത്യം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആത്മീയവും ലൗകികവും സമന്വയിപ്പിച്ചുകൊണ്ട് ഗീതാജ്ഞാന യജ്ഞങ്ങളിലൂടെയും ഭാഗവത് സപ്താഹങ്ങളിലൂടെയും ഉപനിഷത്ത് പ്രഭാഷണങ്ങളിലൂടെയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു.
കേരളത്തിലുടനീളം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും വിദേശത്തും അദ്ദേഹം സഞ്ചരിച്ച് സമകാലിക വെല്ലുവിളികൾക്ക് പ്രായോഗിക പരിഹാരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഗ്രന്ഥകാരൻ, പണ്ഡിതൻ, അധ്യാപകൻ എന്ന നിലയിൽ പ്രശസ്തനായ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതിയെ ഏറെ ബഹുമാനത്തോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സന്യാസത്തെ സംബന്ധിക്കുന്ന ഒരു ചിന്താശകലം പങ്കുവയ്ക്കാനാണ് ഇവിടെ ഉദ്യമിക്കുന്നത്. സന്യാസം എന്നത് കർമ്മ ഫല ത്യാഗമാണ് എന്ന് ഭഗവത്ഗീത 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഭഗവാൻ വ്യക്തമാക്കുന്നു. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി സ യോഗി ച. കർമ്മഫലത്തെ ആശ്രയിക്കാതെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിരന്തരം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളെ സന്യാസി എന്ന് വിശേഷിപ്പിക്കാം, യോഗി എന്ന് വിശേഷിപ്പിക്കാം. ശങ്കര ഭഗവത്പാദർ ഈ പ്രയോഗത്തെ പരിഗണിച്ചുകൊണ്ട് മെഡിസിന് പഠിക്കുന്നവരെ ഡോക്ടർ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഇവിടെ സന്യാസ വിശേഷണം നൽകിയിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. മെഡിസിൻ എന്നുള്ളത് കാലികമായിട്ട് സൂചിപ്പിച്ചതാണ്. ഏതായാലും അടിസ്ഥാനപരമായ യോഗലക്ഷണം, സന്യാസ ലക്ഷണം ത്യാഗവും അതുപോലെ തന്നെ ചേർച്ചയുമാണ്. ബാഹ്യ വിഷയങ്ങളെ, ശരീരേന്ദ്രിയ മനോബുദ്ധികളിലുള്ള താതാത്മ്യത്തെ ത്യജിക്കുകയും ആത്മവൈഭവത്തിലേക്ക് ഉണരുകയും ചെയ്യുക. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. ഇതാണ് സന്യാസവും യോഗം യഥാക്രമം. ഈ പ്രകാരം ജീവിതത്തിൽ സന്യാസം സ്വീകരിക്കുക എന്നതിന് ലിംഗപരമായ അടയാളം പ്രമാണിച്ചുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജ്ഞാനം സന്യാസ ലക്ഷണം, അറിവാണ് സന്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷണം എന്ന് ഗുരുക്കന്മാർ ഉദ്ബോധിപ്പിക്കുന്നു. വ്യക്തിപരമായി സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് ചിന്മയ മിഷൻ എന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്നാണ്. സരസ്വതി സമ്പ്രദായത്തിലാണ് ഞങ്ങളൊക്കെ സന്യസ്തരായിരിക്കുന്നത്. സംപൂജ്യ ഗുരുജി തേജോമയാനന്ദ സ്വാമിജിയിൽ നിന്നാണ് സന്യാസ ദീക്ഷ വരിച്ചത്. അവിടെ സന്യാസം എന്ന ദീക്ഷ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ആദ്യം അച്ഛനമ്മമാർക്കും ബന്ധുജനങ്ങൾക്കും അവനവന് തന്നെയും പിണ്ടം വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു സന്യാസിക്ക് പിന്നെ കർത്തവ്യമായിട്ട് ഒന്നുമില്ല. ആ ചടങ്ങുകൾക്ക് ശേഷം എല്ലാം ഉപേക്ഷിക്കുന്നു എന്ന സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ക്രിയകളുണ്ട്. ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ധരിച്ചിട്ടുള്ള പൂണൂലും അതുപോലെ തന്നെ അഗ്നികർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ധരിച്ചിട്ടുള്ള ശിഖയും ഒക്കെ മുറിച്ചു കളയുന്നു. ഒടുവിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് സങ്കല്പം അനുസരിച്ച് ഗുരു വിളിച്ച് സന്യാസ വേഷം നൽകി കാവ്യവസ്ത്രം, കാവി അഗ്നിയുടെ പ്രതീകമാണ്, കാവ്യവസ്ത്രം നൽകി ഇനി ശാസ്ത്ര പ്രചാരണം കൊണ്ട് ലോക കല്യാണത്തെ നിർവഹിക്കൂ എന്ന് സ്വതന്ത്രനായ വ്യക്തിയെ ഉപദേശിക്കുന്നു. ഇതാണ് സന്യാസത്തിന്റെ ഒരു രീതി. വിദ്വത് സന്യാസം എന്നും വിവിധിഷ സന്യാസം എന്നും സന്യാസം മുഖ്യമായിട്ട് 2 പ്രകാരത്തിലുണ്ട്. വേറെയും പ്രകാര ഭേദങ്ങളുണ്ട്. വിദ്വത് സന്യാസം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മമാകുന്നു. ഈ പ്രപഞ്ചവും സർവം ഖലു ഇദം ബ്രഹ്മ, പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. അതുകൊണ്ട് തന്നെ കാമനകളില്ല, കർമ്മങ്ങളില്ല. ഈ നൈഷ്കർമ്മ്യ സിദ്ധി നേടിയ ആളെ വിദ്വാൻ എന്ന് വിളിക്കാം, പണ്ഡിതൻ എന്ന് പരാമർശിക്കാം.
അങ്ങനെയുള്ള പണ്ഡിതന്റെ സന്യാസം, അവിടെ കാവ്യവസ്ത്രം അഗ്നിയുടെ പ്രതീകമാണ്. തന്റെ എല്ലാ കാമനകളെയും ശരീരാദി താതാത്മ്യങ്ങളെയും ഒക്കെ ദഹിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്നു. ലോക കല്യാണാർത്ഥം പിന്നീടും ചരിക്കും എന്നുള്ളതാണ് പല മഹാത്മാക്കളും ഇതിന് നിദർശനമാണ്. അങ്ങനെ സംഭവിക്കും. വിവിധിഷ സന്യാസം എന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും ത്യജിക്കുന്ന രീതിയാകുന്നു. അത്തരത്തിൽ വിവിധിഷ സന്യാസം ചെയ്തിട്ടുള്ള സാധകരാകട്ടെ ഗുരുക്കന്മാരെ പ്രാപിച്ച് നിരന്തരം ശാസ്ത്ര ശ്രവണം തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടണം. ദശനാമി സമ്പ്രദായത്തിൽ, സരസ്വതി സമ്പ്രദായത്തിലാണ് ഞങ്ങൾ സന്യസ്തരായിട്ടുള്ളത്. ഞങ്ങളുടെ സന്യാസനാമത്തോടൊപ്പം അതുകൊണ്ട് തന്നെ സരസ്വതി ഉണ്ടാവും. അധ്യാത്മാനന്ദ സരസ്വതി എന്നതാണ് നാമം. ശൃംഗേരി പീഠമാണ് ഞങ്ങളുടെ ആമ്നായം. ഇതൊക്കെയാണ് സാമാന്യമായിട്ടുള്ള വസ്തുതകൾ. മറ്റ് വിശേഷമായ വസ്തുതകൾ ശാസ്ത്രാനുസൃതം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും എല്ലാം ഏകമാണ് എന്ന അവബോധത്തിൽ ത്യജിക്കാനും ഉൾക്കൊള്ളാനും ഒന്നുമില്ല എന്ന അറിവിന്റെ നിറവിൽ സംഭവിക്കുന്നതാണ് സന്യാസം. അവിടെ സന്യാസം സത്തിൽ ന്യസിക്കലാകുന്നു, സത്സ്വരൂപത്തിൽ വർത്തിക്കലാകുന്നു. അവിടെ ത്യാഗമില്ല, അതുപോലെ തന്നെ ഒന്നുമായിട്ടും കൂടിച്ചേരലും ഇല്ല. ത്യാഗ ഭോഗങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള സത്യനിഷ്ഠയാണ് സന്യാസം. ഈശാവാസ്യ ഉപനിഷത്തിൽ തേന ത്യക്തേന ഭുഞ്ജീധ എന്ന പ്രയോഗമുണ്ട്. ഭുഞ്ജീധ എന്ന പ്രയോഗം കൊണ്ട് ആചാര്യ ഭഗവത്പാദ ആത്മാനം പാലയേധ, ആത്മാവിനെ അജ്ഞാനത്തിൻ്റെയും കാമകർമ്മങ്ങളുടെയും ഒക്കെ സങ്കട സങ്കീർണതകളിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് സന്യാസത്തിന്റെ മർമ്മം മനസ്സിലാക്കി കൂടുതൽ പേർക്ക് ഈ അവബോധത്തിൽ വർദ്ധിക്കാനുള്ള അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഹരി. 1984 സന്യാസ ദീക്ഷ ലഭിച്ച സന്യാസ സംഘത്തിലെ അംഗങ്ങളുടെ നാൾവഴികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ GR കിരൺ അവർകളെ ക്ഷണിക്കുന്നു. ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എത്രയും ബഹുമാനപ്പെട്ട ആദരണീയ സ്വാമി വിക്താനന്ദ സരസ്വതി ചിന്മയ മിഷൻ സംസ്ഥാന അധ്യക്ഷൻ, എത്രയും ബഹുമാനപ്പെട്ട ആദരണീയ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി സംബോധ് ഫൗണ്ടേഷൻ സംസ്ഥാന അധ്യക്ഷൻ, ആദരണീയ സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരിണി കൃപ എസ്, ബ്രഹ്മചാരി സ്തുതി കെ, ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആർ, ബ്രഹ്മചാരിണിമാർ, ശ്രീമതി ദീപ്തി സി, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. വളരെ പ്രശസ്തരായ 2 സന്യാസിമാരാണ് ഇന്ന് നമ്മളോട് സന്യാസത്തെക്കുറിച്ച് സംസാരിച്ചത്. അവരുടെ രീതികളും ഒക്കെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും ചെയ്തു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകാനും അറിയാനും അത് തിരിച്ച് ഈ ഒരു ആശ്രമങ്ങളിലെല്ലാം ഗുരുവിന്റെ കാര്യം അറിയിക്കുവാനും നമുക്ക് അവസരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ ആ സന്യാസം എന്നുള്ളത് എല്ലായിടത്തും എല്ലാ ആളുകളും ഇതുപോലെയുള്ള സന്യാസിമാരും അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവര് 2 പേരും വളരെ പ്രശസ്തരായ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന 2 പേരിന്ന് നമ്മളോട് സംസാരിച്ചതിൽ അവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഗുരുവിന്റെ
എന്നോട് ഗുരുവിന്റെ നാമത്തിൽ അവരെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗുരുവിൽ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസിനിമാരുടെ അനുഭവ ജീവിതത്തിൽ കൂടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് 6-ാം ദിവസമാണ്. സത്സംഗത്തിന്റെ 7-ാം ദിവസവുമാണ്. വർക്കല സ്വദേശിയായ പുരുഷോത്തമൻ മന്ദാകിനി ദമ്പതികളുടെ 5 മക്കളിൽ 3-ാമത്തെ ആളായിരുന്നു സുമ. സുമയുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഉണ്ടായിരുന്ന രോഗം വർക്കല ശാന്തിഗിരിയിലുള്ള സ്വാമിയെ ചെന്ന് കണ്ടാൽ ഭേദമാകുമെന്ന് പലരും പറഞ്ഞതനുസരിച്ചാണ് കുടുംബം ആദ്യമായി വർക്കല ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. 1964 കാലഘട്ടമായിരുന്നു അത്. അന്ന് സുമ ആദ്യമായി വർക്കല ശാന്തിഗിരി ആശ്രമത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ഗുരു. 5 വയസ്സുകാരിയായ സുമയെ കണ്ടതും ഗുരു കൈകാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അന്ന് അവിടെ രോഗശമനത്തിനും മറ്റുമായി 21 ദിവസമൊക്കെ ആളുകൾ ഭജനയ്ക്കിരിക്കുവാൻ വരുമായിരുന്നു. ഗുരു തന്നെയാണ് അന്ന് പുഷ്പാഞ്ജലി ചൊല്ലി ആരാധന നടത്തിയിരുന്നത്. ഗുരു പുഷ്പാഞ്ജലി ചൊല്ലുന്നത് കേൾക്കാൻ നല്ല ഇമ്പമായിരുന്നു. അമ്മയുടെയും ചേച്ചിയുടെയും അസുഖം ഭേദമായതോടെ സുമയും കുടുംബവും ആശ്രമത്തിലെ നിത്യ സന്ദർശകരായി. 1968 ഗുരു വർക്കല വിട്ട് പോത്തുംകോട് ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഈ സമയത്ത് ഇടയ്ക്കിടെ ഗുരു വർക്കലയിൽ ചെല്ലുമായിരുന്നു. ഒരു ദിവസം ഗുരു സുമയുടെ വീട്ടിൽ ചെന്ന് ഇവിടെ നിന്നൊരു കുട്ടിക്ക് ഉപദേശം കൊടുക്കണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് എന്നും കുട്ടിയെയും കൂട്ടി രാവിലെ പോത്തുംകോട് വരണമെന്നും പറഞ്ഞിട്ട് ഉടനെ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം സുമയും അച്ഛനും കൂടി ആശ്രമത്തിലെത്തി. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ഗുരു സുമയ്ക്ക് ഉപദേശവും നൽകി. പിന്നീട് 5-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മുതൽ സുമ ആശ്രമത്തിൽ സ്ഥിര താമസമാക്കി. അന്ന് ആശ്രമത്തിൽ ഏകദേശം 45ഓളം രോഗികളെ നിർത്തി പരിചരിച്ചിരുന്നു. കൂടാതെ കുറച്ച് അന്തേവാസികളും ഉണ്ടായിരുന്നു. ഗുരുകാരുണ്യത്തിൽ സുമയ്ക്ക് അനുഭവവശങ്ങൾ തെളിയാൻ തുടങ്ങുകയും ഗുരുവിന്റെയും പരമ്പരയുടെയും ബ്രഹ്മനിശ്ചയം ഒരിക്കൽ കൂടി അറിയാൻ കഴിയുകയും ചെയ്തു. അന്ന് ഗുരു യാത്ര പോകുമ്പോൾ സുമയെയും കൂടെ കൂട്ടുമായിരുന്നു. ചിലപ്പോൾ ആ യാത്ര 3 മാസത്തോളം നീണ്ടു നിൽക്കും. 1978 ഇങ്ങനെയൊരു യാത്രാ മധ്യയാണ് ഗുരു ഗുരുവായൂരിൽ എത്തുന്നത്. അന്ന് സുമയും കൂടെയുണ്ട്. ഗുരുവിനെ കണ്ടതും കുളി കഴിഞ്ഞ് വടക്കേ നടയിൽ നിന്ന് കയറി വന്ന മേൽശാന്തി താക്കോൽ കൂട്ടം വലിച്ചെറിഞ്ഞ് ഗുരുവിന്റെ പാദത്തിൽ നമസ്കരിച്ച്, അപ്പാ, ഞാൻ എത്ര നാളായി ഈ രൂപത്തെ കൃഷ്ണവിഗ്രഹത്തിൽ കാണുന്നു, എനിക്ക് സാഫല്യം കിട്ടി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗത്തിന്റെ ദൃക്സാക്ഷിയാണ് സുമ. ഗുരു ശുശ്രൂഷയും ആശ്രമകർമ്മങ്ങളുമായി ആശ്രമത്തിൽ കഴിഞ്ഞ സുമ 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസി ദീക്ഷാവേളയിൽ ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ജനനി സാത്വിക ജ്ഞാന തപസ്വിനിയായി. സർവാദരണീയ ജനനി സാത്വിക ജ്ഞാന തപസ്വിനി പ്രാർത്ഥനയും ആശ്രമകർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സർവാദരണീയ ജനനിക്ക് ഗുരുവിൽ നിന്നും എല്ലാ കൃപാകാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയം സ്വദേശികളായ ശ്രീ അച്യുതൻ കമലം ദമ്പതികളുടെ 7 മക്കളിൽ 5-ാമത്തെ ആളായാണ് പൊന്നമ്മ ജനിച്ചത്. പൊന്നമ്മയുടെ കുടുംബത്തിലെ മുൻ തലമുറക്കാരനായ ഒരു വല്യച്ഛൻ പണ്ട് ശ്രീനാരായണ ഗുരു വീട് വിട്ടിറങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ഭവനത്തിൽ ആശ്രയം കൊടുക്കുകയുണ്ടായി. വല്യച്ഛന്റെ തറവാട്ട് വീട്ടിലായിരുന്നു ശ്രീനാരായണ ഗുരു ആ സമയത്ത് താമസിച്ചിരുന്നത്. വല്യച്ഛന്റെ ദേഹവിയോഗം പെട്ടെന്നായിരുന്നു. വല്യച്ഛന്റെ ശരീരം ഭൂമിയിൽ നിന്നുള്ളതോ ആകാശത്തിൽ നിന്നുള്ളതോ ആയ വെള്ളത്തിൽ കുളിപ്പിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു വീട്ടുകാരെ അറിയിച്ചു. പിന്നെ എങ്ങനെ കുളിപ്പിക്കണമെന്ന് വിഷമിച്ചു നിന്ന വീട്ടുകാരോട് അവിടെ നിന്ന് ഒരു തെങ്ങ് ചൂണ്ടിക്കാട്ടി അതിലെ കരിക്ക് വെള്ളം എടുക്കാമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. അങ്ങനെ കരിക്കിൻ വെള്ളത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പൊന്നമ്മയുടെ വല്യച്ഛന്റെ അവസാനത്തെ കുളി നടന്നത്. അതിനുശേഷം ശ്രീനാരായണ ഗുരു ആ ഭവനം വിട്ട് യാത്രയായി. പൊന്നമ്മയുടെ വീട്ടുകാർ ഗുരുദേവനോടുള്ള സ്നേഹത്താൽ ശിവഗിരിയിലെ നിത്യസന്ദർശകരായി. 1981 നടത്തിയ ശിവഗിരി യാത്രക്കിടെ പരിചയപ്പെട്ട ഒരാളാണ് ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ച് ഈ കുടുംബത്തോട് പറയുന്നത്. അച്ഛനും അമ്മയും ചേട്ടനുമായി
പൊന്നമ്മ അന്ന് തന്നെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അന്ന് ഗുരു പൊന്നമ്മയോട് കുറെ നേരം ഒറ്റയ്ക്ക് സംസാരിക്കുകയുണ്ടായി. തിരിച്ചു പോകാൻ നേരം അച്ഛൻ ഗുരുവിനോട് അനുവാദം ചോദിക്കാൻ എത്തിയപ്പോൾ പൊന്നമ്മയെ ആശ്രമത്തിൽ നിർത്താൻ ഗുരു അച്ഛനോട് ആവശ്യപ്പെട്ടു. ഗുരുനിർദ്ദേശപ്രകാരം 1 മാസത്തിനുള്ളിൽ തന്നെ പൊന്നമ്മയെ അച്ഛൻ ആശ്രമത്തിൽ കൊണ്ടു നിർത്തി. അന്നു മുതൽ പൊന്നമ്മ ആശ്രമ അന്തേവാസിയായി. വീട്ടുകാർ പിന്നീട് ആശ്രമത്തിൽ വരാൻ വിമുഖത കാണിച്ചു തുടങ്ങി. എങ്കിലും പൊന്നമ്മ ഗുരുവിനെ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തയ്യാറായില്ല. തന്റെ ശിഷ്ടജീവിതം ഗുരുവിനോടൊത്ത് മതി എന്ന് അവർ തീർച്ചയാക്കി. 1984 ശാന്തിഗിരി ആശ്രമത്തിലെ പ്രഥമ സന്യാസി ദീക്ഷാ വേളയിൽ ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച പൊന്നമ്മ ജനനി അതിമായ ജ്ഞാന തപസ്വിനി ആയി. വിദ്യാഭവൻ ഹോസ്റ്റലിലും ശാന്തിഗിരി ഹോസ്പിറ്റലിലും പാലക്കാട് ഓലശ്ശേരിയിലുള്ള ആശ്രമം ബ്രാഞ്ചിലും ജനനി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പിറന്നെടുത്തപ്പോൾ ദൈവത്തിന് ആഹാരം ഉണ്ടാക്കി നൽകുക എന്ന മഹത്തരമായ കർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചവരാണ് സർവാദരണീയ ജന്യമാരായ അതിമായ ജ്ഞാനതപസ്വിനിയും അനുസൂയ ജ്ഞാനതപസ്വിനിയും അജയ ജ്ഞാനതപസ്വിനിയും സാത്വിക ജ്ഞാനതപസ്വിനിയും ഒക്കെയും. സർവാദരണീയ ജന്നി അതിമായ ജ്ഞാനതപസ്വിനിക്ക് ഗുരുവിൽ നിന്നും എല്ലാ കൃപാകടാക്ഷങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 40ാമത് സന്യാസി ദീക്ഷാ വാർഷികം പ്രമാണിച്ച് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 12 വരെ മുതിർന്ന സന്യാസിമാർ നയിക്കുന്ന സത്സംഗം പോത്തങ്കോട് കേന്ദ്രാശ്രമത്തിലെ യജ്ഞശാലയിൽ വെച്ച് നടക്കുന്നതാണ്. ആദ്യ ദിവസം ആശ്രമത്തിലെ സത്സംഗത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആശ്രമം പ്രസിഡന്റായ സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയാണ്. രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന ഈ 9 ദിന സത്സംഗങ്ങളിൽ പങ്കുചേരാൻ എല്ലാവരെയും ഗുരുനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ സത്സംഗത്തിന്റെ സമാപന ദിവസമായ ഒക്ടോബർ 3 ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി മുഖ്യപ്രഭാഷണം നടത്തുന്നു എന്നതും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഗുരുവിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ദീപ്തി സി അവർകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ക്യാമറ ഓക്കെ സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാമായ ശിഷ്യപൂജിതയെ സ്മരിച്ചുകൊണ്ടും സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാരെ, ബ്രഹ്മചാരിണിമാരെ, എന്റെ സ്നേഹം നിറഞ്ഞ ആത്മബന്ധുക്കളെ, 40ാമത് സന്യാസ ദീക്ഷാ വാർഷികത്തോടനുബന്ധിച്ച് ശാന്തിഗിരി ആത്മവിദ്യാലയം സംഘടിപ്പിച്ചിരിക്കുന്ന ഓൺലൈനിലുള്ള 21 ദിവസത്തെ സത്സംഗത്തിന്റെ 7ാം ദിവസമായ ഇന്ന് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്റെ കർമ്മം. അതിലേക്ക് കടക്കും മുമ്പ് ഗുരുവിന്റെ വാക്കുകളിൽ കൂടി കിട്ടിയ അറിവ്, ശാന്തിഗിരിയിലെ സന്യാസം അല്ലെങ്കിൽ സന്യാസ ദീക്ഷ ഇവയെ കുറിച്ച് കിട്ടിയ വാക്കുകൾ 2 വാക്ക് സംസാരിക്കും. ഗുരുവിന്റെ തൃക്കരങ്ങളാൽ വസ്ത്രദീക്ഷ സന്യാസിനിമാർക്ക് ആദ്യമായി നൽകിയതിന്റെ സ്മരണ പുതുക്കലാണ് നമ്മുടെ സന്യാസ ദീക്ഷ വാർഷികം. ലോക സന്യാസത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മാന്യതയും മഹിമയും വീണ്ടെടുക്കുക എന്നതാണ് ശാന്തിഗിരിയിലെ സന്യാസത്തിലൂടെ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതിനായി നമ്മൾ സന്യാസിയും ഗൃഹസ്ഥാശ്രമിയും പരസ്പര പൂരകങ്ങളായി ഗുരുമാർഗം തെളിയിച്ചെടുക്കണം എന്ന് ഗുരു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടുന്ന ധർമ്മമാർഗം പുലർത്തി കർമ്മത്തിൽ എത്തിക്കേണ്ടത് ഓരോ ഗൃഹസ്ഥാശ്രമിയുടെയും
ഉത്തരവാദിത്വമാണ്. അതിന് ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളൊരച്ഛനും ഘനപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്ന അർത്ഥവും ധർമ്മവും ഒരുക്കുന്ന, ഘനപ്പെട്ട വാക്കുകളിലൂടെ അർത്ഥവും ധർമ്മവും ഒരുക്കുന്ന അമ്മയും ചേർന്നുള്ള ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ നിന്നും ഗുരുവാക്കനുസരിച്ച് ഗുരുധർമ്മം പാലിച്ചെടുക്കാൻ പ്രാപ്തരായ മക്കൾ, ഗുരുവിന്റെ വാക്കനുസരിച്ച് ധർമ്മം പാലിച്ചെടുക്കാൻ പ്രാപ്തരായ മക്കൾ അഥവാ സന്യാസി സന്യാസിനിമാർ ഉണ്ടായി വരണം. അവർ ഉലകത്തിന് ഉതകുകയും വേണം. ഇത് ബുദ്ധി കൊണ്ട് സാധ്യമല്ല. പകരം പ്രപഞ്ച നിയമമായിരിക്കുന്ന ഗുരു എന്ന ആ മഹാനിയമത്തെ അനുസരിച്ച് പാലിച്ച് അറിഞ്ഞെടുക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ചയാണ് വേണ്ടത്. ഇതാണ് ശാന്തിഗിരിയിലെ സന്യാസം. ഇവിടുത്തെ ഓരോ സന്യാസി സന്യാസിനിമാരുടെയും മേലുള്ള ഉത്തരവാദിത്വം അതിഗഹനമാണ്. അതിന് ഒരു പിഴവും വരാതെ, അവരുടെ കാൽവയ്പ്പുകൾക്ക് ഒരു തളർച്ചയും ഇടർച്ചയും വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഗൃഹസ്ഥാശ്രമികളായ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഉത്തരവാദിത്വവും അതിന് വേണം. അതിനായി ഗുരു നമുക്ക് തന്നിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്ന ഈ ഓരോ ദിവസവും 13-ാം തീയതി വരെ. അത് വ്രതനിഷ്ഠയോടെ പ്രാർത്ഥനയോടെ ചെയ്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് അപ്പനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടെ സത്സംഗം ആരംഭിച്ച ആദരണീയ സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വിക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ചിന്മയ മിഷൻ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിക്കും സമ്പോധ് ഫൗണ്ടേഷൻ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി എന്നിവർക്കും ഗുരുനാമത്തിൽ ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ പേരിൽ ഹൃദയംഗമമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. സന്യാസദീക്ഷയുടെ 40 വർഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ GR കിരണിനും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഗുരുവന്ദനം ആലപിച്ച ബ്രഹ്മചാരിണി കൃപ S, ഗുരുവാണി വായിച്ച ബ്രഹ്മചാരി സ്തുതി K, കോമ്പേറിംഗ് ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ R എന്നിവർക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഒപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഗുരുനാമത്തിൽ ആത്മവിദ്യാലയത്തിന്റെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഈ സത്സംഗം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ആദരണീയ സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുവേ ശരണം.